ഹായ് കൂട്ടുകാരെ, ഷിജു ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ശരണ്യ ഷിജു. ഇന്ന് കറക്റ്റ് തെറ്റിക്കാതെ ശരണ്യ ഷിജു എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേരാണ് ആദ്യം എടുത്ത് പറഞ്ഞത് അല്ലേ? ചാനലിൻ്റെ പേരും അത് തന്നെയല്ലേ, അപ്പം എടുത്ത് പറഞ്ഞു പോയി. ഇന്ന് പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുകയെ. ഇന്ന് ഞാൻ പുതിയ ഐറ്റം, ഏത്തക്കയും കൊണ്ടുള്ള പുതിയൊരു ഐറ്റം. നിങ്ങളവർക്ക് അടയൊന്നും അല്ല കേട്ടോ. എന്നാ എണ്ണ പലഹാരമല്ല, എന്നോട് പറഞ്ഞായിരുന്നു കേട്ടാ. എണ്ണ പലഹാരമല്ല, ഞാൻ ഇന്ന് ഇണക്കാൻ പോണം. അപ്പം സപ്പോർട്ട് ചെയ്തു. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എപ്പോഴും ശരണ്യ തന്നെയല്ലേ കാണിക്കണം. ഇന്ന് ഞാനൊരു ഐറ്റം ശരണ്യക്ക് ഇണക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് കൊടുക്കണം. പൈനാപ്പിൾ ജ്യൂസിന്റെ കാര്യമായി പറയണത് ഞാനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ ശരണ്യക്ക് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നും കണ്ടല്ലേ, ഇന്നലെ അച്ഛൻ പൈനാപ്പിൾ മേടിച്ചോണ്ട് വന്നു. അപ്പം ഞാനടുത്ത് ഇന്ന് ജ്യൂസ് അടിച്ചേക്കാം. അപ്പോൾ നല്ല പഴുത്തിരിപ്പുണ്ട്. നമുക്ക് ശരണ്യക്ക് ആദ്യം ജ്യൂസ് അടിച്ചു കൊടുക്കാം, എന്നിട്ട് ശരണ്യ ഏത്തപ്പഴത്തിലായിട്ട് പോകാം. എനിക്കിട്ട് പണി തന്നത് എന്തിന് ശരണ്യക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ. എന്ന് 365 ദിവസം ശരണ്യ എനിക്ക് ഇണക്കി തരും. അപ്പം ഞാൻ ഒരു ദിവസം എല്ലാം ഐറ്റം കണ്ടുപിടിച്ച് ശരണ്യെന്നും പറഞ്ഞ് കൊണ്ടു തരണം. പുതിയ ഐറ്റമൊക്കെ നമുക്കറിയാൻ പറ്റുമോ? അതൊക്കെ ശരണ്യൊക്കെ പറ്റുള്ളൂ അല്ലേ? അതാണ് പറഞ്ഞ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യം തന്നെ ചോദിക്കുക. എന്നാൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പം തന്നെ കണ്ടോ? അതെ, അതാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞ് മുഷിക്കുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം നമ്മൾ ചെയ്യാൻ പോലെ പൈനാപ്പിൾ വീഡിയോ. പൈനാപ്പിൾ ഞാൻ ചെയ്യാണ്, ആ കൂടെ ശരണ്യ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുന്നത് അല്ലേ? ആണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ അവലുണ്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അതെ, അതുപോലെ മറ്റേ ഒരു 4 മണി പലഹാരമൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു അല്ലേ? നല്ല അഭിപ്രായമായിരുന്നു. ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ശരണ്യ ഒന്നുകൂടി പൊങ്ങി. ശരണ്യ എന്നും ഒരുപോലെ ഒരുപോലെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ 2 പഴുത്ത പൈനാപ്പിൾ ഉണ്ട്. അപ്പൊ ശരണ്യക്ക് ജ്യൂസ് അടിച്ച് കൊടുത്തേക്കാമല്ലോ എന്നാണ്. ശരണ്യക്കെന്നല്ല, ഇവിടെ എല്ലാവർക്കും കഴിക്കാം. എന്നാലും ശരണ്യ കാണാൻ പ്രത്യേകിച്ച് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ചെത്തി എടുക്കട്ടെ. ഞാൻ ഇവിടെ വെച്ച് ചെത്തണത് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഇതിൽ വീഴുമല്ലോ, ഇതുകൊണ്ട് കളയും. അതെ, ഇതാകുമ്പോൾ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ വെച്ചൊക്കെ ചെത്തിയാണെങ്കിലുണ്ടല്ലോ, കയ്യും ചിത്ത ചെയ്യല. ഇതിൻ്റെ വെള്ളമൊക്കെ ഈ പ്ലാസ്റ്റിക് കവറിൽ തന്നെ വീണോളൂ. പേപ്പർ ഇടാഞ്ഞത് പേപ്പറെ വെള്ളം പിടിക്കുന്നുണ്ട്. അതെ, പിന്നെ സൂക്ഷിക്കണം. പ്ലാസ്റ്റിക് കവറാകുമ്പോൾ തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ പൈനാപ്പിൾ കണ്ട ശരണ്യ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? ശരണ്യ തന്നെ പറഞ്ഞോട് എന്നാണ് ശരണ്യ ഇതുകൊണ്ടൊരു പാചകം ചെയ്യും. ഞാൻ മോര് കാച്ചു. അപ്പൊ അതെ കൂട്ടുകാരെ, ഞാൻ 2 അതിന്റെ പുറത്ത് ഇതൊക്കെ ചീവി എടുത്തിട്ടുണ്ട്. ചെറുതാണല്ലോ. ചെത്തി വന്നപ്പോ ഇത്ര ആയിപ്പോയി. അപ്പൊ ഇനി നമുക്കിത് പീസാക്കി ജ്യൂസ് അടിച്ചേ. എല്ലാം ചെത്തി പീസാക്കി വെക്കുന്നുണ്ട്. ഇതാകുമ്പോളേ ജ്യൂസറിലായിട്ട് ഇട്ട് കൊടുക്കാൻ എളുപ്പമാണ്. അതാണ് നീളത്തിൽ ചെയ്യണം. പൈനാപ്പിളിന്റെ ഉടുപ്പിന്റെ നിറം ഒരു തന്നെയാണല്ലോ. ഇന്നെല്ലാം മഞ്ഞ കളറാ. ശരണ്യ ഇട്ടിരിക്കണത് മഞ്ഞ കളറ്, ഞാൻ ഇട്ടിരിക്കണത് പൈനാപ്പിളിൻ്റെത്. അപ്പോൾ അതെ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ജ്യൂസ് അടിച്ചേക്കാം. കൂട്ടുകാരെ, അമ്മ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് ചോറിൻ്റെ കൂടെ. പരിപ്പ് മാത്രമല്ല അമ്മ ചോറിൻ്റെ കൂടെ പരിപ്പ് തന്നെയല്ലേ. ഇനി നമുക്ക് വല്ല തോരനും വെക്കണം, മീൻ മേടിച്ച് കറി വെക്കണം.
ഒന്നും പറയണ കേക്കാൻ മേലെന്ന്. ഇതെന്താ ഓണാക്കാത്തെ? രണ്ടെണ്ണം ഇട്ടതാ, ചെറിയ പീസായോണ്ട് രണ്ടെണ്ണം ഇട്ടതാ. കുറച്ച് പഞ്ചാരയും കൂടി ഇടണം. മധുരം ഇല്ലെങ്കിൽ ശരണ്യ കഴിക്കത്തില്ല, അതുകൊണ്ടാണ് പഞ്ചസാര. ഇച്ചിരി കിട്ടൂല അത്ര അടിച്ചിട്ട്. വേണ്ട, നമ്മള് വെള്ളം ചേർക്കത്തില്ല കേട്ടോ. അതെ, ഉള്ളത് മതിയല്ല, ഉള്ളത് നല്ലപോലെ കഴിക്കുക അല്ലേ. അത്ര അല്ലാതുള്ള പച്ചവെള്ളം ചേർക്കണേ എന്തിനാ? ശരണ്യ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്ക്. എന്നിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും കഴിക്കാം. വാ ശരണ്യ, ജ്യൂസ് റെഡിയായി. ആ ഒന്ന് കുടിച്ചു നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. കുഴപ്പമില്ല, നല്ല. പിന്നെ തണുപ്പ് കിട്ടാനുള്ള മറ്റേ ഐസ് ക്യൂബൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതില്ലെന്ന് എനിക്ക് കാരണം പിന്നെ ശരണ്യക്ക് തുമ്മൽ വരും, തണുപ്പ് ചെന്ന പനി വരും, അതുകൊണ്ടാണ് കേട്ടോ. കുടിക്കട്ടെ. ആ ശരി ശരി. ശരണ്യ, എന്തോ എന്തായി പണി എവിടം വരെയായി? ഞാൻ ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നമുക്ക് ഇത്ര ഏത്തക്കൊന്നും വേണ്ട കേട്ടോ, 2 ഏത്തക്ക മതി. ആ അപ്പൊ ഇത് കഷ്ണിച്ച് 4 കഷ്ണം ആക്കണം. ആക്കണം. എന്നാ അത് നമുക്ക് അമ്മേനെ ഏൽപ്പിച്ചാൽ. ഏത്തക്ക നോക്കി എടുക്കട്ടെ. അതെ അതെ അതെ. അമ്മ അറിയുന്ന നേരത്തെ ഞാൻ ഈ തേങ്ങ വറുത്തെടുക്കട്ടെ കേട്ടോ. ആദ്യം തേങ്ങ വറുത്തെടുക്കണം അല്ലേ, എന്നിട്ട് ബാക്കി പണിയുണ്ട്. ബാക്കി പണികളും. അമ്മേ, എന്തോ അമ്മക്ക് പണി കിട്ടിയല്ലേ രാവിലെ? ശരണ്യക്ക് ഏത്തക്ക ഒന്ന് പുളന്നൊക്കെ കൊടുക്കുകയാണ്. ശരണ്യ ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളാണ്. അപ്പൊ നമ്മള് അതിലൊരു പ്രോത്സാഹനം കൊടുത്താലല്ലേ നല്ല ഇതായിട്ട്. എന്നാമേ പ്രോത്സാഹനം കൊടുത്താലല്ലേ ശരണ്യക്ക് പിന്നെയും പിന്നെയും ചെയ്യണമെന്നൊരു ഇത് തോന്നുള്ളു. അതെ അതെ. ശരണ്യെ ഇങ്ങോട്ട് വന്ന ഇത് നോക്കിക്കോ, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഈ കനക്കറവ് മതിയോ? അന്ന് എങ്ങനെയാണെന്ന് വെച്ചാ ചെയ്. അപ്പൊ നമുക്ക് ഇനി പൊരിക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ? അല്ല, പൊരിക്കാൻ ഇത് എണ്ണപ്പലഹാരം അല്ലെന്ന് പറഞ്ഞല്ലോ. ചൂടാക്കണം. എണക്കുന്ന വീഡിയോ പരീക്ഷണമാണ്, അടുത്ത പരീക്ഷണം ശരണ്യയുടെ. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ആ ശരി ശരി. ശരണ്യ, നെയ്യ് ഒഴിച്ചും പിന്നെ ഇതെന്നാ ചെയ്യാൻ പോണം? തേങ്ങ വറുക്കാൻ പോകുന്നു. ആണോ? ആ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തേങ്ങ ഇടാം. ഞാൻ ഇളക്കണ ഇതെടുത്ത് ചൂടാവാം, ചെറുതായിട്ട് ചൂടാവാം. ഒത്തിരി കരിയൊന്നും ചെയ്യല്ലേ. ചെറുതായിട്ട് ആ ജലാംശം മാറ്റിയെടുക്കാം. ഇത് കൂടുതലും എണ്ണപ്പലഹാരം അല്ലമ്മ, ഇത് ശരണ്യ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് കിട്ടാൻ ഇച്ചിരി നെയ്യ് ചേർത്തൊന്നേ ഉള്ളല്ലേ ശരണ്യ? എന്നാ ഏലക്കായൊക്കെ ഇടുന്നുണ്ട്. ഇത് ഒരു വെറൈറ്റി 4 മണിക്കടിയാണല്ലേ? പരീക്ഷണം അല്ല. അപ്പൊ ഇതായിട്ടുണ്ട്. നമുക്ക് ആ പാത്രത്തിൽ തിരിച്ചുവിടാം. അമ്മ ഇതൊക്കെ കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ്. ഇത് എന്താണ് ഈ ശരണ്യ? അപ്പൊ നമുക്ക് അടുത്ത നെയ്യും കൂടി ഒഴിക്കാം. നമ്മള് പിന്നെ ദോശയും പുട്ടും ഇഡലിയും പഴംപൊരി അതൊക്കെ എല്ലാം ഉണ്ടാക്കി. അതെ അതെ. അത് കാരണമാണ് ഞാനങ്ങനെ നോക്കി നിൽക്കുന്നത്. നെയ്യ് തൂക്കാം. നെയ്യൊന്ന് തൂത്ത് പിടിപ്പിക്കുകയാണല്ലേ? ഓ നമ്മുടെ തീ കുറയ്ക്കണം. ഏത്തക്ക ഇടാൻ പോവാം. കൈ കിട്ടുന്നില്ലല്ലേ ഇത്? അമ്മ ഇടാന്നോ, പക്ഷെ കൈ കിട്ടുന്നില്ല. അതെ അതെ അതെ.
മാറ്റാനൊരു പത്രമുണ്ട്. അതിന് ഒരു വശം വെന്ത് കഴിഞ്ഞ് മറുവശവും വേകണ്ടേ ശരണ്യ? നല്ല കരിഞ്ഞിരിക്കണം. ചുമന്ന പരിവായിട്ടിരിക്കണം. ആ ഇരിക്കണം, എന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. വെയില് മാറുന്നുണ്ട്. പിന്നെ നെയ്യിലൊക്കെ വേവിക്കുമ്പോൾ അങ്ങനെയല്ലേ, അതിൻ്റെതായ നല്ല സ്മെല്ലായിരിക്കും. ഇനി അത് മറിച്ചിടണം അല്ലേ ശരണ്യ? അമ്മ ആ പഞ്ചാരക്കകത്ത് ഇച്ചിരി തേങ്ങയ്ക്കകത്ത് ഇച്ചിരി പഞ്ചാര ഇടണം. കാരണം ഇച്ചിരി ചൂടോടെ ഇരിക്കുമ്പോ പഞ്ചസാര ഇട്ട് ഇളക്കണം അല്ലേ? ഇളക്കണം, അല്ലെങ്കിൽ നമ്മളെ വിത്ത് ഇടുമ്പോ അത് കരിഞ്ഞു പിടിക്കും. പഞ്ചസാര ചെല്ലുമ്പോ കരിയും. ഒരു സ്വല്പം എന്താ ഇതിലിടാനാണ് ശരണ്യ പറഞ്ഞത്, തേങ്ങയുടെ അകത്ത് ഇട്ട് മിക്സ് ചെയ്യുക അല്ലേ? ഇത്ര മതിയോ ശരണ്യ? നോക്കിക്കാം. ശരണ്യ അതെല്ലാം മറിച്ച് വെക്കുകയാണ്. ചെറിയൊരു ചുമപ്പ് കളറാകുമ്പോ മറിക്കണം അല്ലേ ശരണ്യ? ഒത്തിരി കരിയരുതല്ലേ? ഒരു പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയില്ലഞ്ഞല്ലേ? ശരണ്യ അടുത്തത് ഇടിയാണല്ലേ? കൂട്ടുകാരെ ചെറുതായിട്ട് ഞാനിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ പരിവൻ കിട്ടാണ് നമുക്ക്. ഒത്തിരി ആയ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മാവ് കുഴക്കാനുള്ള വീഡിയോയിലേക്ക് പോകാം. എന്തോ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ഞാൻ പറഞ്ഞുതരാം. മുട്ട വേണം, മൈദ വേണം, പാല് വേണം, പഞ്ചാര വേണം, മഞ്ഞപ്പൊടി വേണം. ഏലക്ക വേണ്ടേ? ഏലക്കപ്പൊടി വേണം. എന്താ ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പൊ നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. ഇതിലേക്ക് മഞ്ഞപ്പൊടി, ഈ മൈദയിലേക്ക്. പിന്നെ ഉപ്പ് വേണം കേട്ടോ, കുറച്ച് ഉപ്പ് ഇട്ടാ. ഇനി മഞ്ഞപ്പൊടി കളർ കിട്ടാനാണല്ലേ? കളർ കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി. ശരണ്യയുടെ പരീക്ഷണം തുടങ്ങാൻ അതെ അതെ, ഇതാണ് മെയിൻ പരീക്ഷണം. പിന്നെ ഏലക്ക പൊടിച്ചത്. ഏലക്ക പൊടിച്ചതിട്ട് അമ്മ ഏതാണ്ടൊക്കെ എടുക്കണുണ്ടല്ലേ? ഏലക്ക ഞാൻ അവിടെ പൊടിച്ചു വെച്ചായി. പിന്നെ ശകല ഉപ്പ് വേണം. പഞ്ചാര പഞ്ചാര അല്ല, പഞ്ചസാര. പഞ്ചസാര 2 സ്പൂൺ ഇടും. പിന്നെ മൈദയ്ക്ക് ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ. 2 സ്പൂൺ ഇട്ടു. ശരണ്യയുടെ ഒരു ഏകദേശം കണക്ക് വെച്ചാണ് ചെയ്തിരിക്കണം അല്ലേ? അല്ലേ ശരണ്യ? വേണ്ട, 2 സ്പൂൺ ഇട്ടില്ലേ? മധുരമുള്ള മധുരമൊന്നും കഴിക്കണ്ട. ഈ അമ്മ എടുത്ത് കഴിക്കും. ഷുഗറൊക്കെ ഉള്ള മുട്ട മുട്ട പൊട്ടിച്ചിട്ട് ഇതും ഇട്ടല്ലേ? ഒരു മുട്ടയും കൂടി ഇടാം. പിന്നെ ഇട്ടാ 2 മുട്ട ഇടക്കട്ടെ. ഒരു മുട്ട മതി. അമ്മ 2 ഇട്ടേക്കാൻ പറഞ്ഞോണ്ട് അമ്മ സ്പൂൺ എടുത്ത് പാലൊഴിക്കണം. പാലൊഴി. ഞാനൊഴിച്ചേരാം, ഇളക്കിക്കോ. പാലിലൊക്കെയാണല്ലേ ഇത് കുഴക്കണത്? വെള്ളം ചേർക്കാൻ പാടില്ല. മുട്ട നന്നായിട്ട് ഉണ്ടാക്കാം. ഈ പാലും മുട്ടയും ഏലക്കായൊക്കെ ചേരുമ്പോ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട് ഏലക്കായ. ആണെന്നേ, മുട്ടയുടെ അപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്മ ഇളക്കാൻ തുടങ്ങി അല്ലേ? അമ്മ ഇളക്കാൻ തുടങ്ങി. ഇളകുന്നുണ്ട് കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. കൂട്ടുകാരെ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. അപ്പൊ ഇച്ചിരി എണ്ണ തൂക്കുക കേട്ടോ, അല്ല അടി പിടിക്കും. അമ്മേ എന്തോ പഠിച്ച പുതിയ ഐറ്റം. ചൂടാവട്ടെ. അപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്കിനി മുട്ടയും മൈദ എല്ലാം ഇട്ട് നമുക്ക് ഒഴിക്കാം. കുറച്ചേ ഒഴിക്കണല്ലേ? ഒഴിച്ച് ഇനി അതൊക്കെ ചുട്ടിക്കണം. മറ്റേ മുട്ട റോസ്റ്റ് ചെയ്യണ പോലെ കാണിച്ചേ. കറങ്ങി വരുന്നതേ ഉള്ളൂ. അത് കറങ്ങി മതിയെന്നേ കറങ്ങിയത്. ശരണ്യ ആ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്കിനി വെക്കാൻ പോലെ തന്നെ
ഏത്തപ്പഴം. ആ അങ്ങനെ വെക്കണം, നീളത്തിൽ വെക്കണം. ശരണ്യയുടെ ഇഷ്ടമല്ലേ, ശരണ്യല്ലേ ചെയ്യണത്, ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കൊളായി കഴിയുമ്പോൾ എൻ്റെ തലയിലായിട്ട് വെക്കാനല്ലേ, അങ്ങനെ വെക്കും. ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ടാണെന്ന് പറയാനല്ലേ. നമുക്ക് രണ്ടായിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. ആ കാണിച്ച് തേങ്ങ എടുത്ത് ഇതിന്റെ പുറത്തോട്ട് ഇടാൻ പോവാം. ആ ആ അടിപൊളി അടിപൊളി. ആ അപ്പൊ ഞാനൊന്ന് മൂടി വെക്കാൻ പോവാം. ആ നമ്മൾ തീ ഒന്ന് കുറച്ച്. അപ്പൊ ഞാൻ ഇത് തുറന്ന് നോക്കട്ടെ, എന്തായാലും നോക്കാം. നല്ല മണം അടിക്കുന്നുണ്ട്. ആ അപ്പം ഇനി അത് എന്താണ് ഇനി എന്നാ പ്ലാൻ? പിന്നെ ഞാൻ ഐഡിയ ഉണ്ടാക്കുന്നേ. ആ അമ്മയും വന്ന് എത്തി നോക്കണുണ്ട്. നമുക്കിനി ചുരുട്ടണം. ആ ചുരുട്ടി വരികയാണല്ലേ, കൈ പൊള്ളരുത് കേട്ടല്ല. എന്തായി ചുരുട്ടിയാ? ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തോട്ടാക്കാം. ആ നല്ല അടിപൊളിയായിട്ട് ചുരുട്ടി. ചൂടുണ്ട്. ഇനി എന്നാണ് പരിപാടി? ഇനി നമുക്ക് ഇങ്ങനെ മുറിക്കണം. ആ കട്ട് ചെയ്യണം അല്ലേ? കട്ട് ചെയ്യണം. ഇതേപോലെ എന്നെ കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആ ശരി, ഞാൻ ഉണ്ടാക്കിയ ശരിയായില്ലെന്ന് പറഞ്ഞ് എന്നോട് മേടിച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതിനേലും അടിപൊളിയായിട്ട്. ശനി ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് ഐഡിയ മനസ്സിലായി, പക്ഷെ ഇച്ചിരി സെറ്റപ്പായിട്ട് ഞാൻ കാണിച്ചതാ. എണ്ണ തൂത്തിട്ടുണ്ട്. ആ ചൂടാണ് അമ്മ, ഇത് ഒഴിക്കാൻ. ആ ഇത് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ആക്കി. അപ്പം അതെ ശരണ്യ ഇച്ചിരി ഇതിനൊക്കെ ഇച്ചിരി കട്ടി കൂടിപ്പോയെന്നേ ഉള്ളു, എന്നാലും നമ്മൾ സെറ്റാക്കി കാണിച്ചതാ. അയ്യോ എൻ്റെ കൈ പൊള്ളിയൊന്നു. തേങ്ങ തേങ്ങ ആ അതൊക്കെ ചെയ്യാം. ഇതെന്താ കാണിക്കുക? ശരണ്യ ചെയ്ത പോലെ അല്ല എൻ്റെത്, വെറൈറ്റിയാണ് വെറൈറ്റി. ഇത് ഏത്തക്കപ്പം അല്ല. ഏത്തക്കപ്പ അല്ല ശരണ്യ, ഞാൻ പറഞ്ഞല്ലോ ഇത് ശരണ്യ ചെയ്യണ പോലെ അല്ലെന്ന്. ഇതേ കണ്ട, നമ്മുടെ ഇതെടുത്ത് ഇതിന്മേ ഡിസൈൻ ചെയ്യും. അത്തപ്പം ഇടുവാ. ആ ഇത് നല്ല പഞ്ചസാര പാനിയൊക്കെ പിടിച്ച് സെറ്റായിരിക്കുകയാണ്. ഇനി ഇത് മൂടണം. എന്തേ ഇതാണ്. ആ ആ ഒന്ന് കാണിച്ചേ. ഉം. കണ്ടോ? അതെ, അപ്പൊ ഇനി ഇത് മൂടി വെക്കുക. ഒത്തിരി ഒന്നും വേണ്ട, ശരണ്യ വേവിച്ചത്രോളം ഞാൻ വേവിക്കുന്നില്ല. ഞാൻ പെട്ടെന്നുള്ള പരിപാടിയാണ്. കണ്ട അതെ പച്ചപ്പുണ്ട് ഇപ്പം തന്നെ. അപ്പം തന്നെ ഞാനിത് ചുരുട്ടാൻ പോവുകയാണ്. ഇത് ചുരുട്ടണത് കാണിച്ചു തരാം. ഇങ്ങനെ ചുരുട്ടിയെടുക്കണം, അധികം വേകാതെ തന്നെ. ഒരു തവി കൂടി കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷേ എൻ്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. എന്നാലും ഒരു ചട്ടകം കൂടി തരാവോ അമ്മ? ചട്ടകം കൊടുക്കമ്മ. അതെ കിട്ടി കിട്ടി. പണി പാളി. അല്ല പണി പാളാനൊന്നുമില്ല കൂട്ടുകാരെ, കൈ പൊള്ളിയ കൊണ്ടാണ് ഞാൻ. അമ്മയും മകളും ചിരിച്ചോ, എൻ്റെ കൈ പൊള്ളിക്കൊണ്ടിരിക്കേ. കണ്ട എങ്ങനെയാണ് റോളാക്കിയാണത്. കണ്ട കണ്ട സാധനം എങ്ങനെയുണ്ട്? കണ്ട വേവോ കൂട്ടുകാരെ, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ കൂട്ടുകാരെ. ഇത് കണ്ട ആ തീയുണ്ട് കേട്ടോ, എന്നാലും സൂപ്പർ ആക്കിയിട്ടുണ്ട്, റോള് പോലെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ആക്കേണ്ടത്. അപ്പം ഇനി അതൊന്നും കൂടി ഒന്ന് സെറ്റാകട്ടെ. ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇടുക. ഇനി അപ്പോൾ ഒന്ന് ഇനി വീണ്ടും മറിച്ചിടുക. നമ്മൾ ഒത്തിരി ഇതാക്കുന്നില്ല. ശരണ്യക്ക് ഒരു തവിയും പറ്റുള്ളൂ, നമുക്ക് അങ്ങനെയല്ല, 2 തവി ശീലം വേണം. ആ അതെ കണ്ടോ കൂട്ടുകാരെ എന്തായി? സെറ്റായി. ഞാൻ തീയൊക്കെ ഓഫാക്കി. ഇനി ഞാനിത് ആ പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവുകയാണേ. ആ ഓക്കെ ഓക്കെ.
സഹായം വേണോ? വേണ്ട. കണ്ട, ഇതിൽ ഏതാ നല്ലതെന്നും പറഞ്ഞ് നിങ്ങളൊന്ന് കമന്റ് ഇത് ശരണ്യയുടേത്, ഇത് ഷിജുവിൻ്റെത്. അപ്പൊ ഏതാണെന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ. മറന്നു പോലെ. അല്ല, ഇതിന്റെ പണി തീർന്നിട്ടില്ല. ആ, ഞാനിത് വ്യത്യസ്തമാക്കുന്നുണ്ട്. എന്റേത് ഞാൻ ഉരുട്ടിയത്. അപ്പൊ ചെയ്യട്ടെ. ചെയ്. ഇത് മുറിച്ചോണ്ടിരിക്കുവാണോ? ഇത് മുറിച്ചോണ്ടിരിക്കാണ്. എന്റേതാണോ നല്ലത് ശരണ്യയുടേതാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം. ശരണ്യ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ മുറിച്ചെടുക്കാൻ. ചുരുട്ടി വെറുതെ കഴിക്കുക അത്ര വലുതെങ്ങനെ ചുരുട്ടി വായി വെക്കുന്നു അല്ലേ? ഇത് കണ്ടാ കൂട്ടുകാരെ, സൂം ചെയ്ത് കാണിച്ചോട്. എന്റെ കൂടെ വേണം അങ്ങനെ വല്ലതും ചെയ്തോ. എന്തോ എന്റെ വേണം ചെയ്തോളെ. ഇങ്ങനെ ചെയ്തോളാനാ? കൂട്ടുകാരെ കണ്ട, വ്യത്യസ്തമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കണ്ട. ഇത് ഞാനാ പരീക്ഷണം ചെയ്തത്. പരീക്ഷണം ലാസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് കണ്ട ചെയ്തിരിക്കണ കണ്ട. അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ പുതിയ. ഇനി ശരണ്യയുടേത് ശരണ്യ ചെയ്യുക. ഓക്കെ ഓക്കെ. ശരണ്യ അതെ വീണ്ടും ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ പറഞ്ഞു തന്നത്. ദേ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ദേ അച്ഛാ, ശരണ്യ ഒരു പരീക്ഷണം തുടങ്ങി. ഏറ്റവും ലാസ്റ്റ് ഞാൻ ഏറ്റെടുത്ത്. ഇതെന്തോ ഒരു റോള് ഇതിങ്ങനെ ബേക്കറിയിലൊക്കെ ഇതുപോലെ റോൾ കണ്ടിട്ടുണ്ടോ? അത് വേറെ റോള്, ഇത് പുതിയ ഐറ്റാ കണ്ട. അപ്പൊ അച്ഛൻ ആ ടൈമിനാണ് അച്ഛൻ എത്താൻ പറ്റിയത്. പിന്നെ ഞാൻ കാട്ടൂർ പള്ളി പെരുന്നാളാണ് നാളെ. പെരുന്നാളാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് ഈ കച്ചവടക്കാരുണ്ട്. ഇല്ല, ഒരാളുടെ മണി പാളി ചിരിക്കാൻ തുടങ്ങി അവിടെ. എന്താണ് ശരണ്യ പൊളന്നു പോയാ? അച്ഛാ പണി പാളിയച്ച ഇന്നത്തെ പരീക്ഷണം ശരണ്യക്ക് ചെറുതായി. ഇന്നത്തെ പാളി ഞാൻ ഒരു സൈസ് ഞാൻ ഇണക്കി മഞ്ഞ. ശരണ്യ കണ്ടത് അമ്മയും കൂടി പോയി ഒന്ന് കഴിച്ചു നോക്കമ്മേ. ഒക്കെ കൊടുക്കുകയാണ്. ഇച്ചിരി മുരിഞ്ഞാറ് ടേസ്റ്റ് ഉണ്ട്. മറ്റേത് ചുടി ഒന്നും എന്തായാലും കുഴപ്പമില്ല. ശരണ്യൊക്കെയാണ് ഇച്ചിരി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ലേലും അങ്ങനെ അച്ഛൻ പറയുള്ളൂന്നറിയാം. അമ്മ എത്ര നേരായി കൈ നീട്ടിക്കൊണ്ട് നിക്കണപ്പോ. മധുരം കൂടുതലാ. ഇനി ഞാനിണക്കിയത് നിങ്ങളാരും തിന്നില്ലല്ലോ. അല്ലേലും നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പറയുള്ളൂന്നറിയാം. ഞാൻ ആദ്യം ഓർത്തെങ്കിലും മനസ്സിൽ ഓർത്തെങ്കിലും കഴിച്ചപ്പോഴാണ് അതിന്റെ വ്യത്യാസം. അതാണ് ശരി. ശരി. എന്റേത് ഭംഗിയുണ്ട്. ടേസ്റ്റ് കുറച്ചുകൂടി മൂക്കനായിരുന്നു. ആരാ ഞാൻ ഇണക്കിയത്? ഓ ഇപ്പൊ അങ്ങനെ. അപ്പൊ എന്റെ പരീക്ഷണം തോറ്റുപോയി. അച്ഛന് ഇഷ്ടപ്പെട്ടു കേട്ടാ. അച്ഛൻ്റെ ഈ സാധനം ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നാ ഒരു പണിയായി. ശരണ്യ ഉണ്ടാക്കിയ സാധനം തീർക്കല്ലേ, എനിക്ക് കൂടി തന്നെ കേട്ടാ. അല്ല പിന്നെ വേഗാത്ത ഞാനങ്ങനെ തിന്നാൻ. ഇതാണ് നല്ലതെന്ന് ഇത് മൂക്കണം. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ മാത്രമേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ അതെ അതെ. മനസ്സിലാക്കാൻ ഷിജു ഇളക്കിയത് മോശമാണെന്നല്ല. വേണ്ട, ഇനി അത് എണ്ണയൊന്നും ഉപയോഗിക്കണ്ട. അതങ്ങനെ ഇരിക്കട്ടെ. അത് വേണേ നമുക്കൊരു പണി ചെയ്യാം.
ഈ അരിഞ്ഞു വെച്ചിരിക്കണ ഇത് ആവിയിൽ വേവിക്കാം. അപ്പൊ വേഗം. അപ്പൊ ശരി കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ശരണ്യയുടെ പരീക്ഷണമായിരുന്നു. ശരണ്യ തന്നെ വിജയിച്ച്, ഞാൻ തോറ്റുപോയി. അതെ 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 അതെ. അല്ല, ഞാനല്ല ഇത് ഏറ്റെടുത്തത്. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് മാത്രമേ ഏറ്റെടുത്തുള്ളൂ അഞ്ഞ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് കയറി വീണതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലേ? നിങ്ങൾ എന്താണ് മിണ്ടാത്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. നിങ്ങൾക്കും സുഖമാണല്ലോ. അതെ അതെ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതെ ശരണ്യയുടെ അതെ പരീക്ഷണമാണ് കാണാൻ. ശരണ്യയുടെ പരീക്ഷണം തുടരുന്നതാണ്. വീണ്ടും വീണ്ടും തുടരട്ടെ. അതെ. അച്ഛനും അമ്മയും എന്താ നിക്കുന്നത്? കാരണം ഇവരെ ഒപ്പം നിന്നാ ഞാൻ ചെറുതായിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ടാണ് അതെ അതെ അതെ. ഞാൻ തെറ്റിദ്ധരിക്കല അവരെ എന്നുള്ള ഇത് വരാൻ. അങ്ങനെയൊന്നുമല്ല. അപ്പൊ ശരണ്യനെ കാണിയല്ല. കൊച്ചു തന്നെയാണ്. അതെ. എനിക്ക് തോന്നി, കാരണം നിങ്ങളെ ഞാൻ ചെയ്യുന്നതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ശരണ്യ ഷിജു പറയരുത്, സപ്പോർട്ട് അല്ല. അല്ല, ഇച്ചിരി തെറ്റ് കണ്ട ഞാൻ മുന്നേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, ശരണ്യ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും എന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെ വലിയ കുഴപ്പമൊന്നും വന്നില്ല. ജനങ്ങളുടെ കമന്റിൽ അറിയാൻ പറ്റും. ആൾക്കാര് നമ്മൾ ഓരോ വീഡിയോയ്ക്ക് കമന്റ് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. ആ കമന്റിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഷിജു പ്രത്യേകിച്ച് കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. അപ്പൊ കമന്റില് വലിയ ആരും ഒരു ഞാൻ ആൾക്കാരുടെ കമന്റ് അല്ല പറഞ്ഞത്. ഞാൻ ചെയ്തത് എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് ഞാൻ തമാശ പറഞ്ഞതാണ്. ഞങ്ങൾ സപ്പോർട്ട് ഓക്കെ ഓക്കെ. ഏതായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേല് നല്ലത് കാണുന്ന ജനങ്ങള്. അപ്പൊ ശരി കൂട്ടുകാരെ, അപ്പൊ ഇത്രയൊക്കെയുള്ളു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൂട്ടാക്കുക. ഞങ്ങൾ ഇതിനെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നത്. അതെ അതെ.